എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ദ എവല്യൂഷൻ ഓഫ് സ്റ്റാർസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്, നക്ഷത്രങ്ങളുടെ പരിണാമം. അപ്പോൾ ആദ്യം നമുക്ക് നക്ഷത്രങ്ങളുടെ പരിണാമത്തിനെ കുറിച്ച് നോക്കുന്നതിൻ്റെ മുമ്പ് എന്താണ് ഒരു നക്ഷത്രം എന്ന് നോക്കാം. അപ്പോൾ വാട്ട് ഇസ് എ സ്റ്റാർ? അപ്പോൾ ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഏത് ഓബ്ജക്റ്റ് വേണമെങ്കിലും ആകാം, പക്ഷേ അതിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഓബ്ജക്റ്റിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നൊരു പ്രോസസ്സ് വഴി എനർജി വെളിയിലോട്ട് എമിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി എനർജി എമിറ്റ് ചെയ്യുന്ന ഏത് ഓബ്ജക്റ്റിനെയും നമ്മളൊരു സ്റ്റാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അതിന് വളരെ ഹൈ ആയിട്ടുള്ള മാസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാറിൻ്റെ മാസ് എന്ന് പറയുന്നത് സോളാർ മാസ് എന്ന ഒരു യൂണിറ്റ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ സോളാർ മാസ് എന്ന് പറയുന്ന യൂണിറ്റ് അതിൻ്റെ നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സണ്ണിൻ്റെ മാസ്സാണ് ഒരു സോളാർ മാസ്. അപ്പോൾ 2 സോളാർ മാസ് എന്ന് പറഞ്ഞാൽ 2 സണ്ണിൻ്റെ മാസ്സാണ്. അപ്പോൾ ഇങ്ങനെ സോളാർ മാസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റാർസിൻ്റെ മാസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. ആദ്യത്തെയാണ് മെയിൻ സീക്വൻസ് സ്റ്റാർ, പിന്നെ രണ്ടാമത്തെയാണ് റെഡ് ഡ്വാർഫ്സ് എന്ന് പറയും. അപ്പോൾ ഈ മെയിൻ സീക്വൻസ് സ്റ്റാർസാണ് 0.6 സോളാർ മാസിൻ്റെ മുകളിൽ ഉള്ള സ്റ്റാർസ്. എന്ന് വെച്ചാൽ ആ 0.6 സോളാർ മാസിനും കൂടുതൽ മാസ്സുള്ള സ്റ്റാർസ്. അപ്പോൾ നമ്മുടെ സൺ എന്ന് പറയുന്നത് 1 സോളാർ മാസ്സാണ്. അതുകൊണ്ട് നമ്മുടെ സണ്ണും ഒരു മെയിൻ സീക്വൻസ് സ്റ്റാറാണ്. പിന്നെ ഉള്ള കാറ്റഗറിയാണ് റെഡ് ഡ്വാർഫ് സ്റ്റാർസ് എന്ന് പറയും. അപ്പോൾ റെഡ് ഡ്വാർഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് അതിൻ്റെ മാസ് 0.6 സോളാർ മാസിൻ്റെ താഴെയാണ്. എന്ന് വെച്ചാൽ അത് നമ്മുടെ സണ്ണിനേക്കാളും വളരെ ലെസ് മാസിവും സൈസും വളരെ കുറവാണ്. അങ്ങനത്തെ ടൈപ്പ് സ്റ്റാർസിന് അതിൻ്റെ കോറിലും ഇതേപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ഡിറ്റീരിയവും ട്രിഷ്യവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിറ്റീരിയവും ട്രിഷ്യം എന്ന് പറയുന്നത് അത് ഹൈഡ്രജൻ്റെ 2 ഐസോടോപ്സാണ്. അപ്പോൾ ഒരു ഐസോടോപ്പ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഹൈഡ്രജൻ്റെ ആറ്റം, അപ്പോൾ അതിൽ ഒരു പ്രോട്ടോണാണ് ന്യൂക്ലിയസിലുള്ളത്, പിന്നെ അതിൻ്റെ ചുറ്റും ഒരു ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഐസോടോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ന്യൂക്ലിയസിൽ ഒരു ന്യൂട്രോണിനെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഒരു ഐസോടോപ്പാണ്. അപ്പോൾ ഈ പിക്ചറിൽ ഇവിടെ ഡിറ്റീരിയം എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് അത് ഹൈഡ്രജൻ്റെ ഒരു ഐസോടോപ്പാണ്. അപ്പോൾ ഇവിടെ 2 സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം പേർപ്പിൾ സർക്കിളും വേറൊരെണ്ണമാണ് ഗ്രേ സർക്കിൾ. അപ്പോൾ ഈ പേർപ്പിൾ സർക്കിൾ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണാണ്, പിന്നെ ആ ഒരു ഗ്രേ സർക്കിളാണ് ഒരു ന്യൂട്രോൺ. അപ്പോൾ ഡിറ്റീരിയം എന്ന് പറയുന്ന ഈ ഒരു ഐസോടോപ്പിൻ്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും പിന്നെ അതിൻ്റെ ചുറ്റും ഒരു ഇലക്ട്രോണുമാണ് ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ താഴെ കൊടുത്തേക്കുന്നതാണ് ട്രിഷ്യം. ട്രിഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ വേറൊരു ഐസോടോപ്പാണ്. അപ്പോൾ ഈ ഒരു ഐസോടോപ്പിൻ്റെ ന്യൂക്ലിയസിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പ്രോട്ടോണും പിന്നെ 2 ന്യൂട്രോണുമാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ ആ ഒരു സ്റ്റാറിൻ്റെ കോറിൽ വളരെ ഹൈ ആയിട്ടുള്ള പ്രഷർ വേണം. കാരണം പ്രഷർ കൂടുന്തോറും ആ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ ടെമ്പറേച്ചറും കൂടും. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെങ്കിൽ ഡിറ്റീരിയവും ട്രിഷ്യവും വേണം. ഡിറ്റീരിയവും ട്രിഷ്യവും ഇല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കത്തില്ല. അപ്പോൾ ഒരു സ്റ്റാറിൻ്റെ കോറ്, ഇപ്പം നമ്മൾ സണ്ണാണ് ഇവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സണ്ണിൻ്റെ കോറിൽ വളരെ ഹൈ ആയിട്ടുള്ള പ്രഷറാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഡിറ്റീരിയത്തിൻ്റെ ആറ്റംസും പിന്നെ ട്രിഷ്യത്തിൻ്റെ ആറ്റംസും തമ്മിൽ ആ ഒരു വളരെ ഹൈ പ്രഷർ കാരണം അങ്ങ് മേർജ് ചെയ്യും, എന്നുവെച്ചാൽ അങ്ങ് ചേരും. ഇങ്ങനെ ചേരുമ്പം ഒരു റാപ്പിഡായിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ നടക്കും. അപ്പോൾ ഈ ഒരു എക്സ്പ്ലോഷൻ വഴി എനർജിയും ഒരു ഹീലിയം ആറ്റവും പിന്നെ ഒരു ന്യൂട്രോണുമാണ് എമിറ്റ് ആകുന്നത്. അപ്പോൾ ഈ എനർജി എമിറ്റ് ആവുന്നതെന്ന് വെച്ചാൽ
അതാണ് ഈ ഒരു എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ടുള്ള എനർജി. ആ ഒരു എനർജിയാണ് നമ്മുടെ സണ്ണ് ഹീറ്റായിട്ടും ലൈറ്റായിട്ടൊക്കെ എമിറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ള ബൈ പ്രോഡക്റ്റാണ് ഹീലിയം. ഹീലിയം എന്ന് പറയുന്ന ഈ പിക്ചറിൽ ഇവിടെ 2 പ്രോട്ടോണും 2 ന്യൂട്രോണുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഡ്യൂറ്റീരിയത്തിൽ 1 പ്രോട്ടോണും 1 ന്യൂട്രോണും, ട്രിഷ്യത്തിൽ 1 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ ഒരു ഹീലിയം ആറ്റം ഉണ്ടാകുമ്പം 1 ന്യൂട്രോൺ മിച്ചം വരും. അപ്പോൾ ആ ന്യൂട്രോണും ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ഈ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ വഴി അങ്ങ് എമിറ്റ് ആവും. അപ്പോൾ അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി നമുക്ക് ഒരു സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള കമ്പോസിഷൻ ഹൈഡ്രജനും ഹീലിയവുമാണ്. അപ്പം ഹൈഡ്രജനും ഹീലിയം എന്ന് പറയുമ്പം ഈ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും ഐസോടോപ്സും കൂട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നെബുല എന്ന് പറയുന്ന ഗ്യാസ് ക്ലൗഡ് എന്നാണ്. അപ്പോൾ ഈ നെബുല എന്ന് പറയുന്ന ഗ്യാസ് ക്ലൗഡ് നമ്മുടെ സണ്ണിൽ നിന്നും 1000 times മോർ മാസീവ് ആയിരിക്കും. പക്ഷേ ഈ ഒരു നെബുല എന്ന് പറയുന്ന ഗ്യാസ് ക്ലൗഡിന് വളരെ ഹൈ ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണുള്ളത്. അതുകൊണ്ട് ഈ നെബുലയിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് അതിൻ്റെ ഓൺ ഗ്രാവിറ്റി കാരണം അത് കംപ്രസ് ആവും. ഇങ്ങനെ കംപ്രസ് ആകുമ്പം ഈ ഒരു ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള പ്രഷറും കൂടും. ഇങ്ങനെ പ്രഷർ കൂടുമ്പം ടെമ്പറേച്ചറും കൂടും. ഇങ്ങനെ വരുമ്പോഴാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്യൂറ്റീരിയവും ട്രിഷ്യത്തിൻ്റെയും ആറ്റംസ് ആ ഒരു വളരെ ഹൈ പ്രഷർ കാരണം ഫ്യൂഷൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ തുടങ്ങുന്ന ഉടനെ നമ്മൾ അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ എന്ന് പറയത്തില്ല. അതിനെ നമ്മൾ ഒരു പ്രോട്ടോ സ്റ്റാർ എന്ന് പറയും. ഒരു പ്രോട്ടോ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാറാണ്. കാരണം ഈ ഒരു പ്രോട്ടോ സ്റ്റാർ സ്റ്റേജിൽ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് വെച്ച് നോക്കിയാൽ ഇത് ആ ഒരു നെബുലയുടെ ഒരു ഫാം മാത്രം ന്യൂക്ലിയർ ഫ്യൂഷൻ കാണും. അപ്പോൾ അതിനൊരു സ്പെറിക്കൽ ഷേപ്പോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിപ്പോഴും ഒരു ഗ്യാസ് ക്ലൗഡ് തന്നെയാണ്. പക്ഷേ കുറച്ച് ബില്യൺ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാസ് ക്ലൗഡിൽ നിന്ന് ഉള്ള കുറേ ഗ്യാസ് പാർട്ടിക്കിൾസൊക്കെ ആ ഒരു പ്രോട്ടോ സ്റ്റാറിൻ്റെ ഗ്രാവിറ്റി കാരണം ആ ഒരു പ്രോട്ടോ സ്റ്റാറിൽ തന്നെ അങ്ങ് ചേർന്ന് അങ്ങ് മേർജ് ചെയ്യും. ഇങ്ങനെ മേർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രോട്ടോ സ്റ്റാർ അതിൻ്റെ മാസും സൈസും ഇങ്ങനെ വലുതായി വരും. ഇങ്ങനെ വന്നിട്ട് കുറച്ച് മില്യൺ ഇയേഴ്സ് കഴിയുമ്പോഴാണ് അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു സ്റ്റാർ ഫോമായി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു നെബുലയാണ്. ഇതെന്ന് പറയുന്നത് ഒറയൺ കോൺസ്റ്റലേഷനിലെ നെബുലയാണ്. ഇതിനെ നമ്മൾ ഒറയൺ നെബുല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റാർ സസ്റ്റെയിൻ ചെയ്യുന്നത് എന്ന് നോക്കാം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു സ്റ്റാർ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഈ ഡ്യൂറ്റീരിയവും ട്രിഷ്യത്തിൻ്റെയും ആറ്റംസ് ചേർന്ന ആ ഒരു ഹൈ പ്രഷർ കാരണം അങ്ങ് മേർജ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് എക്സ്പ്ലോഡ് ചെയ്യും. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൺ മൊത്തം അങ്ങ് എക്സ്പ്ലോഡ് ചെയ്യേണ്ടി. പക്ഷേ അങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ആ ഒരു സ്പിയറാണ് നമ്മുടെ സണ്ണും. പിന്നെ ആ ഒരു റേഡിയേഷൻ പ്രഷറിന് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അത് ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയുള്ള ഫോഴ്സ്. ആ ഒരു ഫോഴ്സ് നമ്മുടെ സണ്ണിൻ്റെ കോറിൽ നിന്ന് വെളിയിലോട്ടാണ് അപ്ലൈ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്ന അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് വരും. അവസാനം അത് ഒരു നെബുല തന്നെയാവും. പക്ഷേ അങ്ങനെ ആവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ കൊണ്ടുള്ള ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് അത് നമ്മുടെ സണ്ണിൻ്റെ വെളിയിൽ നിന്ന് അകത്തോട്ടാണ് പുഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റേഡിയേഷൻ പ്രഷറും പിന്നെ ഗ്രാവിറ്റേഷണൽ പ്രഷറും തമ്മിൽ കൗണ്ടറാക്ട് ചെയ്യും. ഇങ്ങനെ കൗണ്ടറാക്ട് ചെയ്യുമ്പം ഈ രണ്ട് പ്രഷറും ഈക്വൽ ആയിരുന്നാൽ മാത്രമേ ഒരു സ്റ്റാർ അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഗ്രാവിറ്റി ഈ ഒരു റേഡിയേഷൻ പ്രഷറിനും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ അങ്ങ് കൊളാപ്സ് ചെയ്യും. അതങ്ങ് ചെറുതായി കൊളാപ്സ് ചെയ്യും. പക്ഷേ അതേസമയം റേഡിയേഷൻ
ഗ്രാവിറ്റി ഒന്നും കൂടുതലാണെങ്കിൽ സ്റ്റാർ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ഔട്ടർ ലെയേഴ്സൊക്കെ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് ഒരു നെബുല. അപ്പോൾ ഈ ഒരു രണ്ട് പ്രഷറും ഈക്വൽ ആയിരുന്നാൽ മാത്രമേ ഒരു സ്റ്റാർ അതേപോലെ സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് സ്റ്റാറിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാറിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് നോക്കാം. അപ്പോൾ റെഡ് ഡ്വാർഫ് സ്റ്റാർ എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ 0.6 സോളാർ മാസിൻ്റെ താഴെയുള്ള സ്റ്റാർസ്. അപ്പം ഇങ്ങനത്തെ സ്റ്റാർസിന് വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളാണ് ഉള്ളത്. അപ്പോൾ ഈ പിക്ചറിൽ ആ ഒരു ടൈപ്പ് സ്റ്റാറിൻ്റെ ലൈഫ് സൈക്കിൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു റെഡ് ഡ്വാർഫ് ടൈപ്പ് സ്റ്റാർസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ വളരെ കുറച്ച് ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ ഫ്യൂസ് ചെയ്യാൻ. കാരണം എന്താണ്, അത് വളരെ ലെസ് മാസീവ് ആയിട്ടുള്ള സ്റ്റാർസാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. ഈ ലെസ് മാസീവ് ആയിട്ടുള്ള സ്റ്റാർ ആയതുകൊണ്ട് ഇതിൻ്റെ കോറിൽ പ്രഷറും കുറച്ചും കൂടെ കുറവായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഹൈഡ്രജൻ മാത്രമേ ഒരേ ടൈമിൽ ഇങ്ങനെ ഫ്യൂസ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ കുറച്ച് ഹൈഡ്രജൻ മാത്രമേ ഒരു സെക്കൻഡിൽ ഫ്യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് റെഡ് ഡ്വാർഫ് സ്റ്റാർസ് 1 ട്രില്യൺ ഇയേഴ്സ് വരെയൊക്കെ അവരുടെ ലൈഫ് സ്പാൻ എക്സ്റ്റെൻഡ് ചെയ്യും. കുറച്ച് ഹൈഡ്രജനേ ഉള്ളൂ, പക്ഷേ കുറച്ച് ഹൈഡ്രജനും ഒരേ ടൈമിൽ ഫ്യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ട്രില്യൺ ഇയേഴ്സ് കഴിയുമ്പം എന്ത് സംഭവിക്കും, ഈ ഒരു ടൈപ്പ് റെഡ് ഡ്വാർഫ് സ്റ്റാർസിൻ്റെ ഹൈഡ്രജൻ അങ്ങ് തീരും. എന്നുവെച്ചാൽ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയമാണ്. എന്നിട്ട് അതിൻ്റെ എല്ലാ ഫ്യൂസ് ചെയ്യാനുള്ള ഫ്യൂവലും എൻഡ് ചെയ്യും. ഫ്യൂവൽ എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. അപ്പോൾ ഇങ്ങനെ ഫ്യൂവൽ എന്ത് ചെയ്യുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു റേഡിയേഷൻ പ്രഷർ ഇല്ല. എന്നുവെച്ചാൽ നമ്മുടെ ഈ റെഡ് ഡ്വാർഫിൻ്റെ കോറിൽ നിന്ന് വെളിയിലോട്ട് പുഷ് ചെയ്യാൻ ഒരു ഫോഴ്സും ഇല്ല. അതുകൊണ്ട് ഗ്രാവിറ്റി എന്നെ ഓവർകം ചെയ്യും. ഇങ്ങനെ വരുമ്പം ഗ്രാവിറ്റി ഈ റെഡ് ഡ്വാർഫ് സ്റ്റാറിനെ പെട്ടെന്ന് കംപ്രസ് ചെയ്യും. ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പം ഇത് ഒരു വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്ന ഒരു സ്റ്റാറാണ്. അപ്പോൾ ഒരു വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റാർ അല്ല, പക്ഷെ അത് ഇങ്ങനെ ഷൈൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്ന സ്റ്റാർ ഇത് ശരിക്കും ഒരു സ്റ്റാറിൻ്റെ കോറ് മാത്രമാണ്. എന്നുവെച്ചാൽ അത് മെയിനായിട്ട് ഈ അയൺ കൊണ്ടാണ് കമ്പോസ് ചെയ്തേക്കുന്നത്. കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹൈഡ്രജനിൽ നിന്ന് ഹീലിയം ആയിക്കഴിഞ്ഞാൽ അതങ്ങ് എൻഡ് ചെയ്യത്തില്ല. ഹൈഡ്രജനിൽ നിന്ന് ഹീലിയം ആയിക്കഴിഞ്ഞാൽ ഹീലിയം കാർബൺ ആവും, ഓക്സിജൻ ആവും, അങ്ങനെ പോയി അവസാനം അയണിലാണ് നിൽക്കുന്നത്. അയണിൽ നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ അയണാണ് ഇത് ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഒരു എലിമെൻറ്റ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അത്ര സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എലിമെൻറ്റാണ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയം ആകുമ്പം ഹീലിയം എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എലിമെൻറ്റാണ്. അങ്ങനെ പോയി അയൺ എത്തുമ്പം അയൺ വളരെ സ്റ്റേബിൾ ആയതുകൊണ്ട് എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും അയണിനെ ഫ്യൂസ് ചെയ്ത് വേറൊരു എലിമെൻ്റ് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ടൈപ്പ് സ്റ്റാറിൻ്റെ ലൈഫ് സ്പാൻ എൻഡ് ചെയ്യാറാകുമ്പം ആ ഒരു സ്റ്റാറിൻ്റെ കോറിൽ മെയിനായിട്ട് അയൺ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത് അത് ഒരു സ്റ്റാറിൻ്റെ കോർ മാത്രമാണ്. എന്നുവെച്ചാൽ സ്റ്റാറിൻ്റെ ഔട്ടർ ലെയേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് കോർ. അപ്പോൾ അത് ജസ്റ്റ് ഒരു അയൺ ഉള്ള ഒരു സ്പിയറാണ്. അപ്പോൾ ഈ ഒരു റെഡ് ഡ്വാർഫ് എന്ന് പറയുന്ന അവരുടെ കോറ് വളരെ ഹോട്ടാണ്, നമ്മുടെ സൺ പോലെ. അപ്പോൾ ഇത്ര ഹോട്ടായിട്ടുള്ള കോറുള്ളതുകൊണ്ട് ഈ ഒരു വൈറ്റ് ഡ്വാർഫ്സിൻ്റെ കോറിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഒന്നും ഇല്ലെങ്കിലും ഇത് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ കുറേ ട്രില്യൺ ഇയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ എന്നാലും കുറേ ട്രില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടെമ്പറേച്ചർ പതുക്കെ അങ്ങ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്, ഇതിൻ്റെ കോറിലൊന്നും ആക്റ്റീവായിട്ടുള്ളൊരു ഹീറ്റ് സോഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ തണുത്ത് വന്ന് അവസാനം അത് വളരെ ഡിമ്മായിട്ടുള്ളൊരു ഓബ്ജക്റ്റ് എത്തും. അത് കഴിഞ്ഞിട്ടാണ് അതൊരു ബ്ലാക്ക് ഡ്വാർഫ് ആവുന്നത്. അപ്പോൾ ബ്ലാക്ക് ഡ്വാർഫ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ഡ്വാർഫ് തന്നെയാണ്, പക്ഷേ അത് ലൈറ്റ് എമിറ്റ് ചെയ്യത്തില്ല. എന്നുവെച്ചാൽ അത് ഒരു ടൈപ്പിലുള്ള റേഡിയേഷനും എമിറ്റ് ചെയ്യത്തില്ല. എക്സ്റേസോ റേഡിയോ വേവ്സോ വിസിബിൾ ലൈറ്റോ ഒന്നും എമിറ്റ് ചെയ്യാത്ത
ഒരു ഓബ്ജക്റ്റാണ് ഈ ഒരു ബ്ലാക്ക് ഡോഫ് എന്ന് പറയുന്നത്. പക്ഷെ ബ്ലാക്ക് ഡോഫ്സ് തിയറിറ്റിക്കലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ തിയറീസ് അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു ഓബ്ജക്റ്റ് എക്സിസ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഇതുവരെയും അതിനെ ഒബ്സർവ് ചെയ്തിട്ടോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് ഡോഫിന് നമ്മൾ സ്റ്റാറിൻ്റെ ലൈഫ് സൈക്കിളിൽ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്തത്. അപ്പോൾ ഒരു റെഡ് ഡോഫ് ഒരു ബ്ലാക്ക് ഡോഫ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു റെഡ് ഡോഫിൻ്റെ ലൈഫ് സൈക്കിൾ എൻഡ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഈ ഓരോ സ്റ്റാർസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. അത് ആ ഒരു സ്റ്റാറിൻ്റെ മാസ് അനുസരിച്ചിരിക്കും. അപ്പോൾ മാസ് കൂടുകയോ കുറയുകയോ ചെയ്താൽ ആ ഒരു സ്റ്റാറിൻ്റെ ലൈഫ് സൈക്കിൾ പെട്ടെന്ന് വാരി ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം സ്മോൾ ആൻഡ് മീഡിയം മാസ് സ്റ്റാർസിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് നോക്കാം. അപ്പോൾ സ്മോൾ ആൻഡ് മീഡിയം മാസ് സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ 0.6 സോളാർ മാസ് തൊട്ട് ഏകദേശം 8 സോളാർ മാസ് വരെയുള്ള സ്റ്റാർസാണ്. എന്നുവെച്ചാൽ നമ്മുടെ സണ്ണും അതിൽ ഇൻക്ലൂഡ് ആവും. അപ്പോൾ ഈ ഒരു 6/10 സണ്ണിൻ്റെ മാസ്സുള്ള സ്റ്റാർസ് തൊട്ട് 8 ടൈംസ് സണ്ണിൻ്റെ മാസ്സുള്ള സ്റ്റാർസ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാർസ് എന്ന് വെച്ചാൽ അതിന് കുറേ ഹൈഡ്രജൻ ഉണ്ട് ഫ്യൂസ് ചെയ്യാൻ. അത് മാത്രമല്ല അത് പെട്ടെന്നാണ് ഹൈഡ്രജന് ഇത് ഒരു സെക്കൻഡിൽ കുറേ ഹൈഡ്രജൻ അത് ഫ്യൂസ് ചെയ്യും. പക്ഷേ ആ ഒരു എത്ര ഹൈഡ്രജൻ ഒരു സെക്കൻഡിൽ ഫ്യൂസ് ചെയ്യുന്നു എന്നുള്ള റേറ്റ് വളരെ ഹൈ അല്ല, അതൊരു മീഡിയമാണ്. അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് സ്റ്റാർസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 10 ബില്യൺ ഇയേഴ്സാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാറിൻ്റെ ലൈഫ് സ്പാനിൽ ആ ഒരു സ്റ്റാറിൻ്റെ സൈസും മാസും കുറയും തോറും ആ ഒരു ലൈഫ് സ്പാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ സണ്ണാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. കാരണം എന്താണ്, സണ്ണെന്ന് പറയുന്നത് ഇതേ സെയിം ലൈഫ് സൈക്കിളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സണ്ണിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഹാഫ് വേ ആയി. സോ ഓൾമോസ്റ്റ് 5 ബില്യൺ ഇയേഴ്സും കൂടെ മിച്ചമുണ്ട് നമ്മുടെ സണ്ണിൻ്റെ ലൈഫ് സ്പാൻ. അപ്പം ഇനി ഒരു 1 or 2 ബില്യൺ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണിൻ്റെ കോറിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ അത് വളരെ അങ്ങ് വീക്കാവും. കാരണം എന്താണ്, നമ്മുടെ സണ്ണിലുള്ള സണ്ണിൻ്റെ കോറിലുള്ള ഹൈഡ്രജനും ഹീലിയം ഒക്കെ അതിൻ്റെ എമൗണ്ട്സൊക്കെ കുറയും. ഇങ്ങനെ കുറയുമ്പം നമ്മുടെ സണ്ണിൻ്റെ കോറിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ സ്ട്രെങ്ത്തും കുറയും. ഇങ്ങനെ കുറയുമ്പം ഇത് നേരത്തെ പറഞ്ഞ ഈ ഒരു റേഡിയേഷൻ പ്രഷർ ഇതിൻ്റെ സ്ട്രെങ്ത്ത് അങ്ങ് കുറയും. ഇങ്ങനെ റേഡിയേഷൻ പ്രഷറിൻ്റെ സ്ട്രെങ്ത്ത് കുറയുമ്പം ഈ ഒരു ഗ്രാവിറ്റി നമ്മുടെ സണ്ണിനെ പെട്ടെന്ന് കംപ്രസ് ചെയ്യും. ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പം നമ്മുടെ സണ്ണിൻ്റെ കോറിലുള്ള പ്രഷറും പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാറിൻ്റെ കോറിലുള്ള പ്രഷർ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ പ്രഷർ എത്രമാത്രം ഹൈ ആണോ അത്രമാത്രം സ്ട്രോങ് ആയിരിക്കും ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ഗ്രാവിറ്റി നമ്മുടെ സണ്ണിനെ കംപ്രസ് ചെയ്യുമ്പോൾ പ്രഷർ കൂടും. ഇങ്ങനെ പ്രഷർ കൂടുമ്പം നമ്മുടെ സണ്ണിൻ്റെ കോറിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ സ്ട്രെങ്ത്തും പെട്ടെന്ന് കൂടും. ഇങ്ങനെ കൂടുമ്പം ഈ ഒരു റേഡിയേഷൻ പ്രഷറാണ് പെട്ടെന്ന് അങ്ങ് ഗ്രാവിറ്റിയെ ഓവർകം ചെയ്യും. ഇങ്ങനെ വരുമ്പം നമ്മുടെ സൺ പെട്ടെന്ന് അങ്ങ് എക്സ്പാൻഡ് ചെയ്യും, എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വലുതാവും. ഇങ്ങനെ വലുതാകുമ്പോഴാണ് ആ ഒരു സ്റ്റേജിന് നമ്മൾ റെഡ് ജയൻറ്റ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഈ പിക്ചറിൽ മുകളിൽ കൊടുത്തേക്കുന്നതാണ് സ്മോൾ സ്റ്റാർ, അതാണ് നമ്മുടെ സൺ. അപ്പോൾ അത് കുറച്ച് ബില്യൺ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു റെഡ് ജയൻറ്റ് ആവും. അപ്പോൾ ഈ റെഡ് ജയൻറ്റ് എന്ന് പറയാൻ കാരണം ഇത് വളരെ റെഡിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ ഈ റെഡിഷ് കളർ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സ്റ്റാർസിൻ്റെ കേസിൽ ഒരു സ്റ്റാറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്തോറും ആ ഒരു സ്റ്റാറിൻ്റെ കളറ് ബ്ലൂയിഷ് ആവും. അപ്പോൾ ഒരു ബ്ലൂ കളർ സ്റ്റാർസ് എന്ന് പറയുന്നത് റെഡ് കളർ സ്റ്റാർസിനും വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. അപ്പം ഒരു സ്റ്റാറിന് റെഡ് കളറാണുള്ളെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാറിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു റേഡിയേഷൻ പ്രഷർ ഗ്രാവിറ്റേഷണൽ പ്രഷറിനെ ഓവർകം ചെയ്യുമ്പോൾ സ്റ്റാർ അങ്ങ് എക്സ്പാൻഡ് ചെയ്യും.
ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പം നമ്മുടെ സണ്ണിൻ്റെ കോറിലുള്ള ഒരു പ്രഷർ അതും പെട്ടെന്ന് കുറയും. ഇങ്ങനെ പ്രഷർ കുറയുമ്പം എന്ത് സംഭവിക്കും? നമ്മുടെ സ്റ്റാറിൻ്റെ സർഫസ് ടെമ്പറേച്ചറും കോറിലുള്ള ടെമ്പറേച്ചറും പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പാൻഡ് ചെയ്ത സണ്ണിൻ്റെ കളറ് റെഡാകും. പിന്നെ ജയൻറ്റ് എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള സൺ അതിൻ്റെ സൈസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5 to 10 ടൈംസ് ലാർജർ ആയിരിക്കും ഈ ഒരു റെഡ് ജയൻറ്റ് സ്റ്റേജ് സമയത്ത്. അപ്പോൾ നമ്മുടെ സണ്ണ് ഈ റെഡ് ജയൻറ്റ് സ്റ്റേജ് ആകുമ്പം നമ്മുടെ മാർസിൻ്റെ ഓർബിറ്റ് വരെ നമ്മുടെ സണ്ണ് എക്സ്റ്റെൻഡ് ചെയ്യും. എന്നുവെച്ചാൽ അത്ര വലിപ്പം വരും. അപ്പം ഈ എർത്തും മെർക്കുറിയും വീനസൊക്കെ നമ്മുടെ സണ്ണിൻ്റെ അകത്തായിരിക്കും. കാരണം അത്രമാത്രം നമ്മുടെ സണ്ണ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമ്മുടെ ഈ ഒരു സണ്ണിൻ്റെ കോറിലുള്ള ഫ്യൂവൽസ്, അതായത് ന്യൂക്ലിയർ ഫ്യൂഷന് ആവശ്യമുള്ള ഈ ഹൈഡ്രജനും ഹീലിയവും ഓക്സിജനും കാർബണൊക്കെ അതൊക്കെ അങ്ങ് തീരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ വരുമ്പം ആ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് തീർന്നിട്ടില്ല. കാരണം ആ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാർ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു റെഡ് ജയൻറ്റ് സ്റ്റേജ് സമയത്ത് നമ്മുടെ സണ്ണിൻ്റെ ഔട്ടർ ലെയേഴ്സൊക്കെ കോറിൽ നിന്നങ്ങ് സെപ്പറേറ്റായി സ്പേസിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ സ്പേസിലോട്ട് പോകുമ്പോഴാണ് അതിനെ നമ്മളൊരു പ്ലാനറ്ററി നെബുല എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനറ്ററി നെബുല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നെബുല തന്നെയാണ്, ഒരു ഗ്യാസ് ക്ലൗഡ്. പക്ഷേ ഒരു സ്റ്റാർ ഡൈ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഗ്യാസ് ക്ലൗഡ് ആയതുകൊണ്ടാണ് അതിനെ നമ്മളൊരു പ്ലാനറ്ററി നെബുല എന്ന് പറയുന്നത്. ഒരു പ്ലാനറ്ററി നെബുലയും ഒരു നെബുലയുടെ സെയിം തന്നെയാണ്. പക്ഷേ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം ഇത് സിംഗിൾ സ്റ്റാർ ഡൈ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു നെബുലയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്റ്റാറിൻ്റെ ഔട്ടർ ലെയേഴ്സൊക്കെ സെപ്പറേറ്റായി ഒരു നെബുല ഉണ്ടാവും. പക്ഷേ നമ്മുടെ സ്റ്റാറിൻ്റെ കോർ എന്ന് പറയുന്ന ഒരു വൈറ്റ് ഡോർഫായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ഒരു വൈറ്റ് ഡോർഫ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാറിൻ്റെ കോറാണ്. അപ്പോൾ അത് വളരെ ഹോട്ടായിട്ടുള്ള ഓബ്ജക്ട്സാണ്. മാത്രമല്ല ഈ ഒരു സ്റ്റാറിൻ്റെ കോറായതുകൊണ്ട് ഇത് വളരെ ഡെൻസായിട്ടുള്ള ഓബ്ജക്ട്സും കൂടെയാണ്. ഇതിൻ്റെ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്കൊന്ന് അറിയണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ മെറ്റീരിയൽ നമ്മുടെ ഈ ഒരു ഏതെങ്കിലും ഒരു വൈറ്റ് ഡോർഫിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ടീസ്പൂൺ മെറ്റീരിയലിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഫ്യൂ ടൺസ് വരും. അപ്പം നിങ്ങൾക്കൊന്ന് ആലോചിക്കുക അത് എത്രമാത്രം ഡെൻസ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റാണ്. അപ്പോൾ ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത് ഒരു വൈറ്റ് ഡോർഫാണ്. അപ്പോൾ പിക്ചറിൽ നടുക്ക് കൊടുത്തേക്കുന്നതല്ല വൈറ്റ് ഡോർഫ്, അത് നടുക്ക് കൊടുത്തേക്കുന്നതാണ് സിറിയസ് എ. അപ്പോൾ സിറിയസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൈയിലുള്ള ഇത് ബ്രൈറ്റസ്റ്റ് സ്റ്റാറാണ്, ഇതാണ് സിറിയസ്. പക്ഷെ ശരിക്കും സിറിയസ് എന്ന് പറയുന്ന ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഒരു നടുക്കൊരു വളരെ മാസീവായിട്ടുള്ള ഒരു സ്റ്റാറാണ്, ചുറ്റും ഒരു സ്റ്റാർ പോലത്തെ ഒരു ഓബ്ജക്റ്റ് എന്നെ ഓർബിറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മളൊരു ബൈനറി സ്റ്റാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൽ നടുക്കുള്ള ഓബ്ജക്റ്റാണ് സിറിയസ് എ. അതാണ് നമ്മുടെ നൈറ്റ് സ്കൈയിലുള്ള ബ്രൈറ്റസ്റ്റ് സ്റ്റാർ. പക്ഷേ ഈ ഒരു സിറിയസ് എയുടെ ചുറ്റും ഒരു സ്മോൾ ആയിട്ടുള്ള വേറൊരു ഓബ്ജക്റ്റ് ഓർബിറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് സിറിയസ് ബി. അപ്പോൾ ഈ ഒരു സിറിയസ് ബി ആണ് വൈറ്റ് ഡോർഫ്. അപ്പോൾ സിറിയസ് ബി എന്ന് പറയുന്ന അത് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റാണ്. ഇത് ഒരു വളരെ നമ്മുടെ എർത്തും പിന്നെ ഈ സിറിയസ് ബിയും തമ്മിലുള്ള ഒരു സൈസ് കമ്പാരിസൺ. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു ആവറേജ് 12,700 കിലോമീറ്റേഴ്സാണ്. പക്ഷേ ഈ ഒരു സിറിയസ് ബി എന്ന് പറയുന്ന വൈറ്റ് ഡോർഫിൻ്റെ ഡയമീറ്റർ ഒരു ആവറേജ് 11,700 കിലോമീറ്റേഴ്സാണ്. അപ്പം അറൗണ്ട് 1,000 കിലോമീറ്റേഴ്സിൻ്റെ വ്യത്യാസമുണ്ട് ഈ ഒരു സിറിയസ് ബിയും എർത്തും തമ്മിൽ. പക്ഷേ ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ സിറിയസ് ബിയുടെ മാസ് എന്ന് പറയുന്നത് 1.02 സോളാർ മാസസ് ആണ്. നമ്മുടെ സണ്ണിൻ്റെ മാസ് 1 സോളാർ മാസാണ്,
അപ്പോൾ ഈ സിറിയസ് ബിന് നമ്മുടെ സണ്ണിനേക്കാളും മാസ് ഉണ്ട്, പക്ഷേ എർത്തിനേക്കാളും ചെറിയ വലിപ്പമാണ്. ഇത് വളരെ ഡെൻസ് ആയിട്ടുള്ള ഓബ്ജക്ട്സ് ആണ് വൈറ്റ് ഡ്വാർഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റ് സ്കൈയിലുള്ള ബ്രൈറ്റസ്റ്റ് സ്റ്റാറാണ് സിറിയസ്. അപ്പോൾ നമ്മൾ ഇത് നേക്കഡ് ഐ കൊണ്ട് ഈ ഒരു സിറിയസ് ബീനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സിറിയസ് ബി എന്ന് പറയുന്ന വളരെ ഡിമ്മായിട്ടുള്ള ഓബ്ജക്റ്റാണ്. അത് നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ ടെലിസ്കോപ്പ് വെച്ച് കാണാൻ നോക്കിയാലും വളരെ പാടാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സിറിയസ് എയുടെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയതുകൊണ്ട്, ഈ ഒരു ഇത്രയും ബ്രൈറ്റ്നെസ് ഉള്ളതുകൊണ്ട് ഈ ഒരു സിറിയസ് ബി എന്ന് പറയുന്ന അതിനെ നമുക്കങ്ങനെ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്ന ഇത് ഇങ്ങനെ കുറേ ട്രില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പം അത് പതുക്കെ അതിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും. കാരണം അതിൻ്റെ കോറിൽ ന്യൂക്ലിയർ ഫ്യൂഷനോ അങ്ങനത്തെ ഒരു പ്രോസസ്സും നടക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് അത് ഒരു ബ്ലാക്ക് ഡ്വാർഫാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ഡ്വാർഫ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ സണ്ണിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന അവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു സണ്ണിൻ്റെ ലൈഫ് സൈക്കിൾ തീർന്നു. അപ്പോൾ ഇനി നമുക്ക് ഹൈ മാസ് സ്റ്റാർസിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഹൈ മാസ് സ്റ്റാർസ് എന്ന് പറയുന്ന 8 സോളാർ മാസോ അതിൻ്റെ മുകളിൽ അതിന് കൂടുതൽ മാസ്സുള്ള സ്റ്റാർസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബീറ്റിൽ ജ്യൂസ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ബീറ്റിൽ ജ്യൂസ് എന്ന് പറയുന്ന 8 സോളാർ മാസിനും കൂടുതൽ മാസ്സുള്ള സ്റ്റാറാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാർസിന് ഇവിടെ താഴെയാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ലൈഫ് സൈക്കിൾ. എന്ന് വെച്ചാൽ പ്രോട്ടോ സ്റ്റാറിന് താഴോട്ട് ആരോ കൊടുത്തിട്ട് താഴെയുള്ളതാണ് ലാർജ് സ്റ്റാർ. അതാണ് നമ്മൾ ബീറ്റിൽ ജ്യൂസായിട്ട് എക്സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാർസിന് കുറേ ഹൈഡ്രജൻ ഉണ്ട് അതിന് ഹീലിയമായിട്ട് ഫ്യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ ഒരു ടൈപ്പ് ഹൈ മാസ് സ്റ്റാർസ് എന്ന് പറയുന്ന കുറേ ഹൈഡ്രജൻ ഒരുമിച്ചാണ് ഹീലിയമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് റേറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് ഇത്രയും ഹൈഡ്രജൻ അതിന് ഫ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഫ്യൂസ് ചെയ്ത് ആ ഫ്യൂവലൊക്കെ തീരും. അതുകൊണ്ട് ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു ഫ്യൂ ബില്യൺ ഇയേഴ്സൊക്കെ എൻ്റെ ലൈഫ് സ്പാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു മാക്സിമം എന്ന് പറയുന്ന 2 or 3 ബില്യൺ ഇയേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു ഫ്യൂ മില്യൺ ഇയേഴ്സ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഈ ഒരു കോറിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന വീക്കാകും. ഇങ്ങനെ വീക്കാകുമ്പം നമ്മുടെ സണ്ണിൻ്റെ കേസിലുള്ള പോലെ ഗ്രാവിറ്റേഷണൽ പ്രഷർ എന്ന് പറയുന്ന റേഡിയേഷൻ പ്രഷറിനെ അങ്ങ് ഓവർകം ചെയ്യും. ഇങ്ങനെ ഓവർകം ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു ബീറ്റിൽ ജ്യൂസ് അങ്ങ് പെട്ടെന്ന് കംപ്രസ് ചെയ്യും. ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പം വീണ്ടും നമ്മുടെ സ്റ്റാറിൻ്റെ കോറിലുള്ള പ്രഷർ അങ്ങ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ സ്ട്രെങ്ത്ത് വീണ്ടും കൂടും. ഇങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ സ്ട്രെങ്ത്ത് കൂടുമ്പം ഈ ഒരു റേഡിയേഷൻ പ്രഷർ വീണ്ടും ഗ്രാവിറ്റേഷണൽ പ്രഷറിനെ അങ്ങ് ഓവർകം ചെയ്യും. ഇങ്ങനെ ഓവർകം ചെയ്യുമ്പം നമ്മുടെ സണ്ണിൻ്റെ കേസിലെ പോലെ പെട്ടെന്ന് അങ്ങ് നമ്മുടെ ഈ ബീറ്റിൽ ജ്യൂസ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പം നമ്മൾ ഈ ഒരു സ്റ്റേജിന് നമ്മൾ ഒരു റെഡ് സൂപ്പർ ജയൻറ്റ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ റെഡ് സൂപ്പർ ജയൻറ്റ് സ്റ്റേജും നമ്മുടെ സണ്ണിൻ്റെ കേസിൽ പറഞ്ഞാൽ ഈ ഒരു റെഡ് ജയൻറ്റ് സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു റെഡ് സൂപ്പർ ജയൻറ്റ് സ്റ്റേജിൽ ഒരു വളരെ മാസീവ് ആവും നമ്മുടെ ഒരു സ്റ്റാർ. അപ്പോൾ ഈ റെഡ് ജയൻറ്റ് സ്റ്റേജിൽ നിന്നും വളരെ വളരെ മാസീവ്. അപ്പോൾ നമ്മുടെ ബീറ്റിൽ ജ്യൂസ് എന്ന് പറയുന്നത് റെഡ് ജയൻറ്റ് സ്റ്റേജിൽ തന്നെ ഉള്ള ഒരു സ്റ്റാറാണ്. അപ്പോൾ നമ്മുടെ ബീറ്റിൽ ജ്യൂസ് നമ്മുടെ സണ്ണിനെ റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബീറ്റിൽ ജ്യൂസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സാറ്റേണിൻ്റെ ഓർബിറ്റ് വരെ എത്തും. അത്ര മാസീവ് ആവും ഈ ഒരു റെഡ് സൂപ്പർ ജയൻറ്റ് സ്റ്റേജിൽ. അപ്പോൾ ഈ റെഡ് സൂപ്പർ ജയൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന കുറച്ച് മില്യൺ ഇയേഴ്സ് മാത്രമേ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റാറിൻ്റെ
കോറിലുള്ള ഫ്യൂവൽസൊക്കെ തീരും. അപ്പം അതിന് പിന്നെ ഫ്യൂഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ റെഡ് സൂപ്പർ ജയന്റ് സ്റ്റേറ്റിൽ ആ ഒരു സ്റ്റാറിൻ്റെ കോറിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് മൊത്തം അയൺ ആയിരുന്നു. അപ്പം ഇങ്ങനെ വരുമ്പം ഈ ഒരു ഗ്രാവിറ്റേഷണൽ പ്രഷർ വീണ്ടും റേഡിയേഷൻ പ്രഷറിനെ ഓവർകം ചെയ്യും. അപ്പോൾ ഗ്രാവിറ്റി പെട്ടെന്ന് ഈ ഒരു സ്റ്റാറിനെ അങ്ങ് കംപ്രസ് ചെയ്യും. ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പം ഈ ഒരു സ്റ്റാറിൻ്റെ കോർ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു പ്രഷർ എത്തും. എന്നിട്ട് ഈ ഒരു സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സ്പ്ലോഷനാണ് നമ്മൾ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർനോവ എക്സ്പ്ലോഷനാണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻസ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ, 2 or 3 seconds. അതുകൊണ്ട് ഇത് വളരെ കുറച്ച് തവണ മാത്രമേ നമ്മൾ ഇതിനെ ലൈവായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ഇത് വളരെ ഹൈ എമൗണ്ട്സ് ഓഫ് എനർജിയും മാറ്ററുമാണ് എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സൂപ്പർനോവ എന്ന് പറയുന്ന എക്സ്പ്ലോഷൻ ഒരു ഗാലക്സി ഒരു സെക്കൻഡിൽ അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന് മൊത്തം ഈ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ അതിനെ ഔട്ട്ഷൈൻ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ഗാലക്സിയിൽ നിന്നും ബ്രൈറ്റർ ആവും ഈ ഒരു സൂപ്പർനോവ എന്ന് പറയുന്ന എക്സ്പ്ലോഷൻ. അതുകൊണ്ട് ഇതിൻ്റെ റേഡിയേഷൻ വളരെ ഹൈ ആണ്, എന്ന് വെച്ചാൽ ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ. ഇപ്പോൾ 700 light years റേഞ്ചിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റാർ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ വഴി എക്സ്പ്ലോഡ് ചെയ്തെങ്കിൽ നമ്മുടെ എർത്തിലെ ലൈഫ് എൻഡ് ചെയ്യും. കാരണം ഈ ഒരു റേഡിയേഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെ ഡെഡ്ലിയാണ്. അപ്പോൾ ഈ ഒരു സൂപ്പർനോവ എന്ന് പറയുന്നത് വളരെ കുറച്ച് തവണ ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ ലൈവായിട്ട്. പക്ഷേ ഈ ഒരു എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ട് കുറേ ഈ ഒരു ഗ്യാസസും മെറ്റീരിയൽസൊക്കെ മിച്ചം വരും. അതിനാണ് നമ്മളൊരു സൂപ്പർനോവ റെമനൻ്റ് എന്ന് പറയും. അപ്പോൾ സൂപ്പർനോവ റെമനൻ്റ് എന്ന് പറയുന്ന ഒരു നെബുല തന്നെയാണ്, പക്ഷേ ഒരു സൂപ്പർനോവ കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്ന നെബുല ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സൂപ്പർനോവ റെമനൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. ഇതാണ് M1 അല്ലെങ്കിൽ മെസ്സിയർ 1 എന്ന് പറയുന്ന നെബുല. ഇതാണ് ക്രാക്ക് നെബുല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നെബുല എന്ന് പറയുന്ന എൻ്റെ സൂപ്പർനോവ റെമനൻസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒബ്സർവ് ചെയ്യാം. കാരണം മിച്ചം വന്ന ഗ്യാസസ് മാത്രമാണ്. അതുകൊണ്ട് സൂപ്പർനോവ റെമനൻസ് എന്ന് പറയുന്ന നമ്മുടെ നൈറ്റ് സ്കൈയിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓബ്ജക്ട്സാണ്. പക്ഷേ ഈ ഒരു റെഡ് സൂപ്പർ ജയന്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റാർ കംപ്രസ് ചെയ്യുമ്പം ആ ഒരു സ്റ്റാറിൻ്റെ കോർ എന്ന് പറയുന്ന വളരെ ഹൈ ആയിട്ടുള്ള പ്രഷറാണ് എത്തുന്നത്. ഇങ്ങനെ വളരെ ഹൈ പ്രഷേഴ്സ് എത്തുമ്പം ഈ ഒരു സ്റ്റാറിൻ്റെ കോർ എന്ന് പറയുന്ന ഒന്നെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ ഫോം ചെയ്യും. അപ്പോൾ അതിൽ ഏതായിരിക്കും ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാസ് അനുസരിച്ചാണ്. മാസ് ഇപ്പം ഒരു മാസ് കൂടുതലാണെങ്കിൽ അത് ഒരു ബ്ലാക്ക് ഹോൾ ഫോം ചെയ്യും. മാസ് ശകലം കൂടെ കുറവാണെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ ഫോം ചെയ്യും. അപ്പോൾ ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ് ആയിട്ടുള്ള ഓബ്ജക്ട്സാണ്. അപ്പോൾ ഈ ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റാറായിട്ട് എന്നെ കൂട്ടത്തില്ല. പക്ഷേ ഈ ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഓബ്ജക്റ്റ് മാത്രമാണ്. അപ്പോൾ ഇതിനെ ന്യൂട്രോൺ സ്റ്റാർ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാർ, ഏതെങ്കിലും ഒരു സ്റ്റാർ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാറിൻ്റെ മെയിനായിട്ടുള്ള കമ്പോസിഷൻ എന്താണ്? മെയിനായിട്ട് പ്രോട്ടോണും ഇലക്ട്രോണുമാണ് ഉള്ളത്. കാരണം ആ പ്രോട്ടോണും ഇലക്ട്രോണുമാണ് മെയിനായിട്ട് ഒരു ആറ്റത്തിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ഈ ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ആ ഒരു വളരെ ഹൈ ആയിട്ടുള്ള ഡെൻസിറ്റിയും പ്രഷറും കാരണം ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും അങ്ങ് പ്രഷറാണ് അങ്ങ് മേർജ് ചെയ്യും. ഇങ്ങനെ മേർജ് ചെയ്തിട്ട് കുറേ എനർജി എമിറ്റ് ചെയ്യും, ഒരു ന്യൂട്രോണും എമിറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്, പിന്നെ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്. അപ്പം ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ ചേരുമ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ചാർജ് ഉണ്ടാകും.
അപ്പോൾ ഒരു ന്യൂട്രൽ ചാർജുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ന്യൂട്രോണാണ്. അപ്പോൾ ഒരു ന്യൂട്രോണും ഇങ്ങനെ എമിറ്റ് ആവുന്നുണ്ട്. ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ മെയിൻ ആയിട്ടുള്ള കമ്പോസിഷൻ ന്യൂട്രോൺസാണ്. അപ്പോൾ ഇനി നമുക്കൊരു ബ്ലാക്ക് ഹോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ടുള്ളതല്ല മോസ്റ്റ് ഡെൻസ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റാണ്. ഇത് എത്ര ഡെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ഹോൾ ലൈറ്റ് എമിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ബ്ലാക്ക് ഹോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സാമ്പിൾ എൻ്റെ കൈയാണ് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സർഫസ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഇങ്ങനെ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് ആ ഒരു ലൈറ്റ് ആ ബ്ലാക്ക് ഹോളിൻ്റെ ഓൺ ഗ്രാവിറ്റിയാണ് ബെൻഡ് ചെയ്ത് തിരിച്ച് സർഫസിലോട്ട് തന്നെ പോകും. അതുകൊണ്ട് നമുക്ക് എമിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ആ ഒരു ബ്ലാക്ക് ഹോൾ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന് നമുക്ക് ഇതുവരെയ്ക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ നാസ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പിക്ചറിൽ നമുക്ക് ശരിക്കും ബ്ലാക്ക് ഹോളിനെ കാണാൻ പറ്റത്തില്ല. ആ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് പോലെ ആ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റും കാണുന്നതെന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റുമുള്ള ഒരു അക്രീഷൻ ഡിസ്കാണ്. അക്രീഷൻ ഡിസ്ക് എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്ന മാറ്ററാണ്. അപ്പോൾ അത് വളരെ ഹൈ സ്പീഡ്സിൽ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അത് എക്സ്റേസിലൊക്കെ കുറേ ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ആ ഒരു പിക്ചറിൽ യെല്ലോ കളറിൽ കാണുന്നത്. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ആ നടുക്കുള്ള ഒരു ബ്ലാക്ക് സ്പോട്ടാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ 32 വർഷം ട്യൂഷൻ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്. കേരളത്തിലെ പല സ്കൂളുകളിലെയും സെമിനാറും പ്രോജക്റ്റുകളും ട്യൂഷൻ ഫീൽഡിൽ നിന്ന് ചെയ്തിട്ടുള്ള ഒരാൾ ഒരുപക്ഷെ ഞാനായിരിക്കും. അതിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡും പ്രോജക്റ്റിനും മേടിച്ചു കൊടുത്തിട്ടുണ്ട്, സെമിനാറുകൾക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പലരും സെമിനാറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര ഡീപ്പായി വളരെ കൃത്യമായി ആപ്റ്റ് വേർഡ് ഉപയോഗിച്ച് ശരിക്കും ഫ്ലോയിൽ പറഞ്ഞ ഒരു കുട്ടിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുകയാണ്. എല്ലാവിധ ആശംസകളും. ഭാവിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന, ലോകത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രശസ്തനായ സയൻറ്റിസ്റ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു.